السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്ത് വലിയ പ്രതിസന്ധികളിലൂടെയും അതിരൂക്ഷമായ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഹൃദയങ്ങൾ പതറാതിരിക്കാൻ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അള്ളാഹുവിൽ ഉറപ്പുണ്ടായിത്തീരാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ധാരാളം പ്രവാചകന്മാരുടെ, നബിമാരുടെ ചരിത്രം ധാരാളമായി അല്ലാഹു വിവരിക്കുന്നുണ്ട്. നഹ്നു നഖുസ്സു അലൈക മിൻ അൻബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക്. അല്ലാഹു തആല നബിമാരുടെ ചരിത്രം എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ നിങ്ങൾക്ക് നബിമാരുടെ ചരിത്രം വിവരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് ഉറപ്പും ധൈര്യവും അള്ളാഹുവിൽ പ്രതീക്ഷയും ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്നതാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അറിയിക്കുന്നതാണ്. അവൻ്റെ ഖുദ്റത്തിന് മുന്നിൽ ഒരു കാര്യവും സാധിക്കാത്തതായില്ല. അവനെ അശക്തമാക്കുന്ന, അള്ളാഹുവിനെ ബലഹീനമാക്കുന്ന ഒരു കാര്യം ദുനിയാവിലില്ല. അള്ളാഹു തീരുമാനിച്ചാൽ അവൻ ഏതു കാര്യവും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് എന്ന് ഓരോ നബിമാരുടെ ചരിത്രവും പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അള്ളാഹുവിൻ്റെ വലിയ ഖുദ്റത്തിനെയും അവൻ്റെ കഴിവിനെയും അറിയിക്കുന്ന ചരിത്രമാണ്. ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരിൽ അവസാനത്തെ നബിയാണ് ഈസ നബി അലൈഹിസ്സലാം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിന് ശേഷം 500 വർഷം ഏകദേശം കഴിഞ്ഞാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതമായത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പേരെടുത്ത് പറഞ്ഞ ഒരു സ്ത്രീ, അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവായ മറിയം ബിവിയാണ്. പല സ്ത്രീകളെ സംബന്ധിച്ച് ഖുർആനിൽ ചർച്ചയുണ്ട്. പക്ഷെ പേര് അള്ളാഹു വെളിവാക്കി വ്യക്തമാക്കി അള്ളാഹു പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവ് മറിയം ബീവിയെക്കുറിച്ചാണ്. ഒരു സൂറത്തിന് തന്നെ അല്ലാഹു തആല മറിയം എന്ന് നാമം നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അള്ളാഹു വിവരിക്കുമ്പോൾ ഖുർആൻ്റെ പല സ്ഥലത്തും അള്ളാഹു കൂടുതലായി വിവരിക്കുന്നത് ഈസാ നബിയുടെ ജനനത്തെ സംബന്ധിച്ചാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ഹന്ന ബീവി, അവർ ഒരു നേർച്ചയാക്കി, അഥവാ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഇമാമായിരുന്ന
ഇമ്രാനിൻ്റെ ഭാര്യ ഹന്ന എന്ന സ്ത്രീ നേർച്ചയാക്കി, എനിക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ഞാൻ നിൻ്റെ പള്ളിക്ക് വേണ്ടി, മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കും. ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, അള്ളാഹു എനിക്കുണ്ടാകുന്ന സന്താനത്തെ നിൻ്റെ ദീനിനു വേണ്ടി, നിൻ്റെ മസ്ജിദിന് വേണ്ടി ഞാൻ നേർച്ചയാക്കും. ഒരു കാലഘട്ടത്തിൽ മുൻഗാമികളായ സ്ത്രീകൾ, മഹദികൾ, അവരുടെ സന്താനങ്ങളെ ദീനിനു വേണ്ടി വളർത്തിയിരുന്നത്. പക്ഷേ പ്രസവിച്ചപ്പോൾ ജനിച്ചത് പെൺകുട്ടിയാണ്. റബ്ബി ഇന്നി വദഅതുഹാ ഉൻസ, അള്ളാഹു എനിക്ക് ജനിച്ചത് പെൺകുട്ടിയായി പോയല്ലോ. എൻ്റെ നേർച്ചയാണെങ്കിൽ പള്ളിക്ക് വേണ്ടിയും നിൻ്റെ ദീനിന് വേണ്ടിയുമാണല്ലോ. അവർക്ക് നാമം വെച്ചു, മറിയം എന്ന നാമം വെച്ചു. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയുടെ മെഹ്റാബിൻ്റെ ഭാഗത്ത് ഇബാദത്തിലായി, അമലുകളായി കഴിഞ്ഞുകൂടി. അവർ കുറച്ച് പ്രായമായി വലുതായപ്പോൾ അള്ളാഹു തആല വീണ്ടും വിരിക്കുന്നു. അള്ളാഹു മറിയം ബീവിക്ക് ഒരു സന്താനത്തെ നൽകാൻ ഉദ്ദേശിച്ചു. അവരാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ രൂപത്തിൽ മറിയം ബീവിയുടെ മുന്നിൽ വന്നു. ഒരു മനുഷ്യനെ അപ്രത്യക്ഷമായി മുന്നിൽ കണ്ടപ്പോൾ മറിയം അലൈഹിസ്സലാം പറഞ്ഞു, ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ, ഞാൻ അള്ളാഹുവിനോട് കാവൽച്ച് ഭയപ്പെടുന്നു, നീ എന്താണ് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അള്ളാഹു അയച്ചതാണ്, നിനക്കൊരു സന്താനത്തെ ലിഅഹബലക്, നിനക്കൊരു സന്താനത്തെ നൽകാൻ വേണ്ടി അള്ളാഹു അയച്ചതാണ്. മറിയം ചോദിച്ചു, എനിക്കങ്ങനെ സന്താനം? എന്നൊരു മനുഷ്യൻ, ഒരു പുരുഷൻ സ്പർശിച്ചിട്ടേ ഇല്ല, എനിക്കങ്ങനെ സന്താനം? ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനുൻ വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ഷൈആ, നിന്റെ റബ്ബിന് അതെല്ലാം സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ചരിത്രം അല്ലാഹു അതിൽ വിവരിക്കുന്നു. മറിയം ബീവിയുടെ ചരിത്രത്തിൽ നിന്നും ഈസ നബിയുടെ ചരിത്രത്തിൽ നിന്നും ആദ്യം നമ്മൾ നൽകുന്ന പാഠം അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്. അവനൊരു കാര്യം നടപ്പിലാക്കാൻ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഒരു പുരുഷനില്ലാതെ അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ഊതലിലൂടെ മറിയം ബീവിയെ ഗർഭിണിയാക്കുകയും അള്ളാഹു തആല ഈസ നബിയെ പ്രസവിക്കുകയും ചെയ്തു. ഇതുപോലെ ആദം നബി അള്ളാഹു തആല ഒരു പുരുഷനോ ഒരു സ്ത്രീയുമില്ലാതെ അള്ളാഹ് സൃഷ്ടിച്ചു. അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. ഹൗവ ബീവി അള്ളാഹു തആല ഒരു സ്ത്രീ ഇല്ലാതെ അള്ളാഹ് സൃഷ്ടിച്ചു. ഇതുപോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു പുരുഷനില്ലാതെ അള്ളാഹു തആല മറിയം ബീവിനെ സൃഷ്ടിക്കുകയുണ്ടായി. ഇത് അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. മാ ഷാ അല്ലാഹു കാൻ ഫി വഖ്തിൽ ലദി യശാ അലാ വജ്ഹിൽ ലദി യശാ മിൻ ഗൈരി സിയാദത്തിൻ വലാ നുഖ്സാൻ. അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന നടപ്പിലാകും. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കുറവും ഒരു കൂടുതലുമില്ലാതെ അള്ളാഹു തീരുമാനിക്കുന്ന കാര്യം നടപ്പിലാകുമെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം നമുക്ക് നൽകുന്ന പാഠമാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ പഠിപ്പിക്കാൻ, അവൻ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും നിർമ്മിക്കാൻ, ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു മനുഷ്യൻ്റെ ചരിത്രം വരുന്നുണ്ട്. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ തിന്മയിലായി, പാപത്തിലായി കഴിഞ്ഞുകൂടി. മരണസമയം അടുത്തപ്പോൾ ആ മനുഷ്യൻ ഭയപ്പെട്ടു, അള്ളാഹുവിനെ ഭയപ്പെട്ടു, ഞാൻ റബ്ബിനെ കണ്ടുമുട്ടും. അത് മരിക്കാറായപ്പോൾ തന്നെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെ നിങ്ങൾ കരിക്കണം, അതിനെ ചാരമാക്കണം, എന്നിട്ട് നിങ്ങൾ കാറ്റിൽ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾ വിതറണം, എൻ്റെ ഒരു ശരീരത്തിൻ്റെ കത്തിച്ച ഒരു ഭാഗത്തെ നിങ്ങൾ സമുദ്രത്തിൽ കലക്കണം, എനിക്ക് മരണശേഷം ഉണ്ടാകുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അല്ലാഹു തആല അന്തരീക്ഷത്തിൽ പടർന്ന ആ ചാരത്തെ അല്ലാഹു തആല വീണ്ടും ഒരുമിച്ച് കൂട്ടി ആ മനുഷ്യന് ജീവൻ നൽകി. അല്ലാഹു തആല കൊണ്ടുവന്നു, നാളെ ആഖിറത്തിൽ കൊണ്ടുവരും. അല്ലാഹു തആല ചോദിക്കും, നീ എന്തിനാണ് ഇത് ചെയ്തത്? അല്ലാഹു, ഞാൻ നിന്നെ ഭയപ്പെട്ടു, നിൻ്റെ അദാബിനെ ഭയപ്പെട്ടു. അല്ലാഹു തആല അടിമയുടെ ഹൃദയത്തിലുള്ള ഭയത്തെ കാരണമാക്കി അല്ലാഹു മാപ്പ് നൽകുകയും ചെയ്തു. ഈ ചരിത്രം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹു തആല അവനുദ്ദേശിച്ചാൽ അന്തരീക്ഷത്തിൽ ചാരം കലർന്ന മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കാൻ അല്ലാഹു തആല കഴിവുള്ളവനാണ്. അവൻ്റെ ഖുദ്റത്തിൽ ഒരു കാര്യവും തടസ്സമില്ല. അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഒരാളെ 4 മതിൽക്കെട്ടിനുള്ളിൽ അടയ്ക്കപ്പെട്ടു, ആ മനുഷ്യനിലേക്ക് എത്താനുള്ളൊരു മാർഗമില്ല, ആ മനുഷ്യന് പുറത്തേക്ക് വരാനുള്ളൊരു മാർഗവുമില്ലാത്ത നിലയിൽ 4 മതിൽക്കെട്ടിനൊരു മനുഷ്യനെ പൂട്ടപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ റിസ്ക് അല്ലാഹു എങ്ങനെ നൽകും? അലി റളിയല്ലാഹു പറഞ്ഞു, ഒരു സംശയവുമില്ല, ആ മനുഷ്യൻ അതിനുള്ളിൽ മരണം ഏത് വാതിൽക്കൽ കൂടിയാണ്, ഏത് വഴിയിൽ കൂടിയാണോ വരുന്നത്,
അതേപോലെ ആ മനുഷ്യൻ്റെ റിസ്കിനെയും നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അവൻ്റെ കുദറത്ത് സാധിക്കും. അവിടെ ഉലമാക്കൾ എഴുതി, ഈ ആകാശത്തെ അള്ളാഹു താല ഒരു തുള്ളി മഴ പെയ്യിപ്പിക്കാതെ ഉറച്ചതാക്കി തീർക്കുകയും ഭൂമിയെ ചെമ്പ് തകിടാക്കി തീർക്കുകയും ഈ അവസ്ഥയിൽ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ഇനി എൻ്റെ ഭക്ഷണം എന്താകുമെന്ന് ചിന്തിച്ച് അവൻ ഭയപ്പെട്ടാൽ അതവന് കുഫ്രിലേക്ക് കൊണ്ടുപോകും. കാരണം ആ അവസ്ഥയിൽ പോലും അവൻ അള്ളാഹുവിൽ നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു തആല അതിനും കഴിവുള്ളവനാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഇസാബ എന്ന ഗ്രന്ഥത്തിൽ ഹുബൈബ് റളിയല്ലാഹു തആലയെ ചരിത്രം ഉദ്ധരിക്കുന്നു. ഹുബൈബ് റളിയല്ലാഹു തആലയെ ഒരു ജയിലിനുള്ളിൽ ശത്രുക്കൾ അടച്ചു. അദ്ദേഹത്തിന് കുളി നിർബന്ധമായി, കുളിക്കേണ്ട ആവശ്യം വന്നു. അവരോട് വെള്ളം ചോദിച്ചു, അവർ വെള്ളം നൽകിയില്ല. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ചരിത്രത്തിൽ കാണാം, അള്ളാഹു തആല ഒരു ചെറിയ മേഘത്തെ ഭൂമിയിലേക്ക് ഇറക്കുകയും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു തആല മഴ പെയ്യിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കുദറത്താണ്, അള്ളാഹുവിന് മുന്നിൽ സാധിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം മുഹാൽ, അസാധ്യമായി, ഇത് സാധിക്കുകയില്ല എന്ന അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മുന്നിലില്ല. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈ, അള്ളാഹുവിനെ അശക്തമാക്കുന്ന, അള്ളാഹുവിന് സാധിക്കാതെ പോകുന്ന ഒരു കാര്യം ഭൂമിയിലില്ല. ഒരുപക്ഷെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്ന സയൻസിൻ്റെ എവിഡൻസുകൾ നോക്കി ചിന്തിച്ചാൽ ഇത് മനസ്സിലാവുകയില്ല. അള്ളാഹുവിൻ്റെ കുദറത്താണ്, അവനെ മുന്നിൽ അശക്തമാക്കുന്ന ഒരു കാര്യവുമില്ല. അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം ഒരു പുരുഷനില്ലാതെ മറിയം ബീവിയിൽ നിന്നും ഈസാ നബി അള്ളാഹു ജനിപ്പിച്ചതിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം, അള്ളാഹുവിൻ്റെ കുദറത്ത് ഏറ്റവും വലുതാണ്. അള്ളാഹുവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. അവൻ മുഴുവൻ കഴിവിൻ്റെയും ഉടമസ്ഥനാണ്. പിന്നെ രണ്ടാമത്തെ പാഠം, നാം ശീലിച്ച കുറേ കാര്യങ്ങളുണ്ട്. അനുഭവിച്ച് ശീലിച്ച കുറേ കാര്യങ്ങൾ കണ്ട് അനുഭവിച്ച് നമ്മുടെ മസ്തിഷ്കം ഉറച്ചുപോയി. ഇത് ഇങ്ങനെയാണ്, ഇന്ന കാര്യം കൊണ്ട് ഇന്ന കാര്യം നടക്കും, ഇന്നതുകൊണ്ട് ഇന്നത് നടക്കും. സ്വരമര അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആവശ്യക്കാരനല്ല. ഒരു കാര്യം നടപ്പിലാക്കാൻ ഒരു വസ്തുവിലേക്ക്, ഒരു അസ്ബാബിലേക്ക് അവൻ ആവശ്യക്കാരനല്ല. ഒരു വസ്തുവുമില്ലാതെ അള്ളാഹു തആല ഭൂമിയിൽ അവൻ വിചാരിച്ചാൽ വേണമെങ്കിൽ ഏത് കാര്യം നടപ്പിലാക്കാൻ സാധിക്കും. ദുനിയാവ് ദാറുൽ അസ്ബാബാണ്, വസ്തുക്കളെ കൊണ്ട് കാര്യം നടത്തുന്നവനാണ് എന്നതിൻ്റെ പേരിൽ അള്ളാഹു ആവശ്യക്കാരനല്ല. മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, അവൻ വെള്ളം കുടിച്ചാൽ ദാഹം മാറും. അതാണ് ഈ ലോകത്തിൻ്റെ തർത്തീബ്, ക്രമീകരണം. പക്ഷേ ഇതിനർത്ഥം അള്ളാഹുവിന് ഇത് ആവശ്യമാണ് ഒരു മനുഷ്യനെ വിശപ്പ് മാറ്റാൻ. അള്ളാഹുവിന് ആവശ്യമാണ് ഇന്ന വസ്തു. ഒരു വസ്തുവിലേക്കും അള്ളാഹു ആവശ്യക്കാരനില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച സമയത്ത് മറിയം ബീവി അടുക്കൽ ആ നാട്ടിലെ ജനങ്ങൾ വന്നു. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു, അവർ വന്നു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ മറിയം ബീവി അടുക്കൽ വന്നു. അവർ ചോദിച്ചു, മറിയം ഇതെന്താണ്? നിനക്ക് സന്താനം ജനിച്ചിരിക്കുകയോ? നിനക്ക് ഭർത്താവില്ല, പിന്നെ എങ്ങനെ സന്താനമുണ്ടായത്? നീ എന്താ മോശക്കാരിയായി പോയോ? മറിയം അലൈഹിസ്സലാം ഒന്നും സംസാരിക്കാതെ ഇഷാറ ചെയ്തു. ഫഅശാറത് ഇലൈഹി, ആ സംസാരിക്കാൻ പ്രായമാവാത്ത ജനിച്ച് വീണ ഈസാ നബിയെ കാണിച്ച് പറഞ്ഞു, അവനോട് ചോദിക്കും. ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, ജനിച്ച് വീണ ഒരു കുട്ടിയോട് ഞങ്ങൾ എന്ത് സംസാരിക്കാൻ? സംസാരിക്കാൻ പ്രായമായിട്ടില്ലല്ലോ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്. അല്ലാഹു തആല പറയുന്നു, ഈസാ നബി ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ജനിച്ച് വീണ സംസാരിക്കാൻ പ്രായമാകാത്ത ആ പിഞ്ചു പൈതൽ ആ തൊട്ടിൽ കിടന്ന് സംസാരിച്ചു. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ്യ. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ കിടന്ന് സംസാരിച്ച വാക്കുകളെ അങ്ങനെ തന്നെ അള്ളാഹു ഖുർആനിൽ വിവരിക്കാൻ. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഒരു കുട്ടി സംസാരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ട് അനുഭവിച്ച് ശീലിച്ച കാര്യങ്ങൾക്ക് വിപരീതമായി അള്ളാഹു സംസാരിപ്പിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല, ഒരു കുട്ടി ജനിച്ചു വീണാൽ എത്ര പ്രായമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ വിചാരിച്ചാൽ നമ്മൾ കണ്ട് ശീലിച്ച കാര്യങ്ങൾക്ക് വിപരീതമായി അവൻ നടപ്പിലാക്കാൻ സാധിക്കും. അവിടെ ഹദീസിൽ വരുന്നുണ്ട്, 3 കുട്ടികളെ അള്ളാഹു തആല തൊട്ടിൽ അവർ കുട്ടിയായിരിക്കുമ്പോൾ സംസാര പ്രായമെത്താതെ മുലകുടി പ്രായത്തിൽ അള്ളാഹു സംസാരിപ്പിച്ചു. അതിൽ ഒന്ന് ഈസാ നബി അലൈഹിസ്സലാമാണ്. 2 ജുറൈജിൻ്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട്
അദ്ദേഹത്തെ സംബന്ധിച്ച് മോശത്തരങ്ങൾ പരത്തിയപ്പോൾ അദ്ദേഹം ഇല്ല, തെറ്റിന് കാരണക്കാരൻ അദ്ദേഹമല്ല എന്ന് ആ സ്ത്രീ കൊണ്ടുവന്ന കുട്ടിയെ കൊണ്ട് അള്ളാഹു തആല സംസാരിപ്പിച്ചു. 3 അസ്ഹാബുൽ ഉഖ്ദൂദിൽ അഥവാ ഒരു രാജാവ് തീക്കുണ്ടാരമുണ്ടാക്കി ജനങ്ങൾ അതിലേക്ക് തള്ളിയിടു. ഒരു ഉമ്മ, മുസ്ലിമായൊരു ഉമ്മ വന്നപ്പോൾ ആ ഉമ്മയുടെ കയ്യിൽ എളിയിൽ ഒരു ചെറിയ പാല് കുടിക്കുന്ന കുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടി, പ്രായമായാകാത്ത ആ കുട്ടി പറഞ്ഞു ഉമ്മയോട്, ഇസ്ബിർ ഉസ്ബിരി, ഉമ്മ ക്ഷമിക്കീൻ, ഇന്നക്കി അലൽ ഹഖ്, ഉമ്മ സത്യത്തിലാണ്, ഇതിലേക്ക് വീണാലും നമുക്ക് രക്ഷയുണ്ടെന്ന ചെറിയ പാല് കുടിക്കുന്ന കുട്ടി സംസാരിച്ചു എന്ന് നബി തങ്ങളുടെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു തആല അവൻ വിചാരിച്ചാൽ നമ്മുടെ ശീലങ്ങൾക്കും നമ്മൾ അനുഭവിച്ചതിന് വിപരീതമായി ഒരു കാര്യം നടപ്പിലാക്കാൻ അള്ളാഹുവിന് സാധിക്കും, അവൻ്റെ കുദ്റത്ത് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തങ്ങൾ നബിയായി നുബുവത്ത് തങ്ങൾ മദീനയിലെത്തിയ സമയത്ത് ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു ചെന്നായ ഒരു ആടിനെ പിടിച്ചുകൊണ്ടുപോയി. ഈ മനുഷ്യൻ അതിൻ്റെ പുറകിൽ ഓടി. എന്നിട്ട് ആ ചെന്നായയുടെ വായിൽ നിന്നും ആ ആടിനെ പിടിച്ചു പറിച്ചു വാങ്ങിച്ചു. അപ്പം ചെന്നായ സംസാരിച്ചു. ഹദീസിൽ ചരിത്രത്തിൽ കാണാം, നീ അള്ളാഹുവിനെ ഭയപ്പെടിൻ, ഇതെനിക്ക് അള്ളാഹു നൽകിയ റിസ്കാണ്. അപ്പം ആട്ടിടയൻ അത്ഭുതപ്പെട്ടു. ഇതെന്താ യാ അജബി, ഇത് അത്ഭുതമാണല്ലോ, ഒരു ചെന്നായ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നല്ലോ. അപ്പോൾ ചെന്നായ വീണ്ടും പറഞ്ഞു, ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യം ഞാൻ കേൾപ്പിക്കാം. മദീനയിൽ ഒരു നബിയുണ്ട്, ആ നബി പറയുന്ന വാക്കുകൾ ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യമാണ്. ആ മനുഷ്യൻ മദീനയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ കാരണം ആ ചെന്നായയുടെ ദഅവത്തായിരുന്നു. ഇത് ചരിത്രമാണ്. അപ്പം അല്ലാഹു തആല വിചാരിച്ചാൽ അവൻ ഏത് കാര്യം നടപ്പിലാക്കാൻ സാധിക്കും. ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ആ നാടിൻ്റെ അവസ്ഥ, ജനങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും മുകളിലായ ഏറ്റവും ഉന്നതിയിലെത്തിയ അവസ്ഥയായിരുന്നു. അല്ലാഹു തആല ജനങ്ങളെ പഠിപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാം വന്നു. കുഷ്ഠരോഗികൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകളാണ്, അദ്ദേഹത്തിന് കൈകൊണ്ട് തടകുമ്പോൾ ആ കുഷ്ഠരോഗം മാറുന്നു. ഒരു മരുന്നുമില്ലാതെ ഈസാ നബി കൈകൊണ്ട് തടകുമ്പോൾ കുഷ്ഠരോഗികളുടെ രോഗങ്ങൾ മാറുന്നു. ഇന്നും സയൻസ് ഇത്രയും വർദ്ധിച്ചിട്ട് കാലഘട്ടത്തിലും ഒരു മനുഷ്യന് ജീവൻ നൽകാനുള്ള മരുന്ന് ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം കൈകൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി അതിൽ ഊതുമ്പോൾ അത് പക്ഷികൾ ജീവനോടെ പറന്നു പോകുമായിരുന്നു. ജനങ്ങൾ വന്നു പറഞ്ഞു, ഈസാ നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നല്ലോ, എങ്കിൽ 4000 വർഷം മുമ്പ് മരിച്ചുപോയ സാം ബിൻ നൂഹിനെ ഒന്ന് നീ ഈ ഖബറിൽ നിന്ന് എണീപ്പിക്കുന്നു. അദ്ദേഹം ദുആ ചെയ്തു. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അദ്ദേഹത്തിൻ്റെ കാലത്തിന് 4000 വർഷം മുമ്പ് മരിച്ചുപോയ സാം ബിൻ നൂഹിനെ അള്ളാഹു വീണ്ടും ജീവൻ നൽകി. അള്ളാഹു തആല അവൻ്റെ കുദറത്തിൽ ഒരു കാര്യം നടപ്പിലാക്കാൻ അസാധ്യമായിട്ടില്ല. ഇനി അവസാനം ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ആഗതമാകും. ഖിയാമത്ത് നാളിൽ നടക്കുമ്പോൾ ഹദീസിൽ കാണാം, യഅജൂജ് മഅജൂജ് പുറപ്പെടുന്ന കാലഘട്ടം. എല്ലാ ജനങ്ങളെയും കൊല ചെയ്ത് അക്രമം കാണിച്ച് ഈസാ നബി അലൈഹിസ്സലാം മുഅ്മിനീങ്ങളെയും മുസ്ലിമീങ്ങളെയും കൂട്ടി ഒരു മലയുടെ ഭാഗത്തേക്ക് പോകും. അവർ ദിവസങ്ങളോളം ആ മലയിൽ താമസിക്കും. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബി, അപ്പോൾ അന്ന് മുസ്ലിമീങ്ങളുടെ ഭക്ഷണം, ഒരു മലയുടെ മുകളിൽ പോയി താമസിച്ചാൽ അവരെങ്ങനെ ഭക്ഷണം കഴിക്കും? നബി തങ്ങൾ പറഞ്ഞു, നുബുവത്തിൻ്റെ കളവ് പറയാത്ത നാവ് കൊണ്ട് തങ്ങൾ പറഞ്ഞു, അന്ന് അവരുടെ ഭക്ഷണം തസ്ബീഹായിരിക്കും. അവർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, തസ്ബീഹ് ഇതിൽ കഴിഞ്ഞുകൂടും. അത് അവരുടെ ഭക്ഷണമായി മാറും. അവർക്കത് മതിയാകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രത്തിൽ നൽകുന്ന പാഠം, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട് അനുഭവിച്ച് ശീലിച്ച കുറേ കാര്യങ്ങൾ, ഇന്ന വസ്തു കൊണ്ട് ഇന്ന കാര്യം നടക്കും, ഇന്ന കാര്യം കൊണ്ട് ഇന്ന കാര്യം നടക്കും. അല്ലാഹു തആല ഒരു വസ്തുവിലേക്കും ആവശ്യക്കാരൻ. ദാറുൽ അസ്ബാബാണ് ദുനിയാവ്, പക്ഷേ അള്ളാഹു അതിനും അതീതമാണ്. അള്ളാഹു ഒരിക്കലും ഒരു കാര്യം നടപ്പിലാക്കാൻ ഒന്നിലേക്കും ആവശ്യക്കാരനല്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സയൻസിനെ മാത്രം അവലംബിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വിചാരിക്കുന്നവർ, അവർക്ക് തെറ്റി. അള്ളാഹു അതിൻ്റെ അപ്പുറത്താണ്. എവിടെയാണോ മനുഷ്യൻ്റെ അറിവ് അവസാനിക്കുന്നത്, അവിടെയാണ് നുബുവത്തിൻ്റെ അറിവ് ആരംഭിക്കുന്നത്. ഒരിക്കലും ഇന്ന് പലരും ഈ ബാലരമയിലും പൂമ്പാറ്റിയിലുമെല്ലാം ഡിങ്കിൻ്റെയും സൂപ്പർമാൻ്റെയും ചരിത്രം മനസ്സിലാക്കുന്ന പോലെയാണ് അള്ളാഹുവിനെ കാണുന്നത്. എന്തുകൊണ്ട് അള്ളാഹു സഹായിക്കുന്നില്ല? അള്ളാഹു തആല അവൻ്റെ തീരുമാനപ്രകാരം അവനാണ് തീരുമാനിക്കുന്നവൻ. അവൻ തീരുമാനിച്ചാൽ ഏത് കാര്യം നടപ്പിലാക്കാൻ സാധിക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം, അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിൻ്റെ കുദറത്തിൽ അസാധ്യമായ മുഹാലായ ഒരു കാര്യവുമില്ല. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ അശക്തമാക്കുന്ന ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നബിമാരുടെ ചരിത്രം ഇത് നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്, ധാരാളം സന്ദേശങ്ങളുണ്ട്. ഇന്ന് നബിമാരുടെ ചരിത്രം നാം പഠിക്കുന്നതിന് പകരം ആ നബിമാർ വെറുത്ത, അവർ നിരോധിച്ച, അള്ളാഹു വെറുക്കുന്ന
കാര്യങ്ങൾ ആ നബിമാരുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ആഘോഷിക്കുമ്പോൾ നാം ഇന്ന് ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. ആ നബിമാർ പഠിപ്പിച്ചിട്ടേയില്ല, ആ നബിമാർ ശീലിപ്പിച്ചിട്ടേയില്ല എന്ന് മാത്രമല്ല, ദീൻ ഏറ്റവും നിരോധിച്ച കാര്യങ്ങൾ, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് എങ്ങനെ പങ്കുചേരുന്നു? ഒരു മനുഷ്യൻ നാവ് കൊണ്ട് പറയുന്ന വാക്കിൽ ഏറ്റവും കടുത്ത വാക്ക് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയലാണ്. ഖുർആന്റെ പല സ്ഥലത്തും അള്ളാഹു തആല പ്രയോഗമാണ്, വഖാലു ഇത്തഖദ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദാ. അള്ളാഹു തആല പറയാണ്, അവർ പറഞ്ഞു അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന്. അള്ളാഹു പറയാണ് ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദാ. വളരെ ഗൗരവമിൽ ഉള്ള വളരെ കടുത്തൊരു വാക്കാണ് അവർ പറഞ്ഞത്, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന്. എത്ര കടുത്ത വാക്കാണ്! തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. ആ പറഞ്ഞ വാക്കിന്റെ ഗൗരവം, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞ വാക്ക്, ഈസാ നബി അള്ളാഹുവിന്റെ സന്താനമാണെന്ന് പറഞ്ഞ വാക്ക് എത്ര വലിയ കടുത്ത വാക്കാണ്! ആ വാക്കിന്റെ ഗൗരവത്താൽ ആകാശം പൊട്ടി വീഴാൻ അടുത്തിരിക്കുന്നു, ഭൂമി പിളരാൻ അടുത്തിരിക്കുന്നു, പർവ്വതങ്ങൾ അതിൻ്റെ സ്ഥാനത്തും തെന്നിപ്പോകാൻ അടുത്തിരിക്കുന്നു. ഖാലു ഇത്തഖദ റഹ്മാനു വലദ. റഹ്മാനായ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന വാക്ക് അത്ര ഗൗരവമുള്ള വാക്കാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ വാക്ക് മനുഷ്യൻ പറഞ്ഞപ്പോൾ ആകാശം ഭയവിഹ്വലമായി, ആകാശഭൂമികൾ, മലക്കുകൾ കോപിച്ചു, നരകത്തിൻ്റെ തീജ്വാലകൾ വർദ്ധിച്ചു. കാരണം അള്ളാഹു അത്രയും വെറുക്കുന്ന വാക്കാണ്. അള്ളാഹുവിന് സന്താനമുണ്ട്, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സന്താനമാണെന്ന് പറയൽ. ഖുദ്സിയ ഹദീസിൽ വരുന്നു, അള്ളാഹു തആല പറയുന്നു, കസ്ദബനി ഇബ്നു ആദം, ആദം സന്തതികൾ എന്നെ കളവാക്കുന്നു. വലം യകുൽ ലഹു ദാലിക്, അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വശതമനി വലം യകും ദാലിക്, ആദം സന്തതികൾ എന്നെ മോശമായി പറയുന്നു, അവൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അള്ളാഹു തആല പറയാണ്, എന്നെ മോശമായി പറഞ്ഞ വാക്കിൽപ്പെട്ടതാണ് എനിക്ക് സന്താനമുണ്ട് എന്ന് പറയൽ. ഈസാ നബി അള്ളാഹുവിൻ്റെ സന്താനമെന്ന വാക്ക് അള്ളാഹുവിനെ ഏറ്റവും വെറുക്കുന്ന വാക്കാൻ. ഒരു മനുഷ്യൻ ഭൂമിയിൽ പറയുന്ന വാക്കിൽ ഏറ്റവും വെറുത്ത വാക്കാൻ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സന്താനമാണെന്ന് പറയൽ. സഹോദരന്മാർ, ഇന്ന് ആ ചിന്തയിൽ, ആ വിശ്വാസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ആഘോഷത്തിൽ, ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈസാ നബി അള്ളാഹുവിൻ്റെ സന്താനമാണെന്ന ചിന്തയിൽ നടത്തപ്പെടുന്ന ആഘോഷത്തിൽ എങ്ങനെ ഒരു മുസ്ലിമിന് അവൻ്റെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ പങ്കുചേരാൻ സാധിക്കും? എങ്ങനെ സാധിക്കും? അത്ര കടുത്ത തിന്മയാണ്. എന്ന് പറഞ്ഞാൽ നാം ഒരിക്കലും ഒരു വ്യക്തിയെ വെറുക്കുന്നില്ല, ഒരു സമൂഹത്തെ വെറുക്കുന്നില്ല, ഒരു മതത്തിൻ്റെ ആളുകളെയും വെറുക്കുന്നില്ല. നാം വെറുക്കുന്നത് ആ ചെയ്യുന്ന തിന്മ, ആ പാപത്തെയാണ്. മുൻഗാമികൾ പറയുമായിരുന്നു, നാം ഒരിക്കലും തിന്മ ചെയ്യുന്ന വ്യക്തിയെ വെറുക്കുന്നില്ല, ഒരു മതത്തിൻ്റെ ആളുകളെയും വെറുക്കുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്ന ഷിർക്കിനെ, അവർ ചെയ്യുന്ന കുഫ്റിനെ, അവർ ചെയ്യുന്ന പാപത്തെ ശക്തമായി 100% വെറുക്കുന്നു. കാരണം കടുത്ത പാപമാണ്, ഭൂമിയിൽ ചെയ്യുന്ന കടുത്ത പാപമാണ്. ആ പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന ആ പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ആഘോഷത്തിൽ മുസ്ലിമിന് ഒരിക്കലും ഒരു നിലക്കും സഹകരിക്കാൻ സാധിക്കില്ല. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു നിലക്കും സഹകരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും, ജനങ്ങൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? നമ്മുടെ മുന്നിൽ നമുക്ക് വലുത് അള്ളാഹുവിന് ഇഷ്ടമാണ്, ഹബീബായ തങ്ങളുടെ ഇഷ്ടമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമാണ്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ നിരോധിച്ച കാര്യം, തങ്ങൾ തടഞ്ഞ കാര്യം, തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു മുസ്ലിമീങ്ങൾ മറ്റുള്ള മതത്തിൻ്റെ ആഘോഷത്തോട് പങ്കുചേരുക, സാദൃശ്യമാവുക എന്നുള്ളത്. ഒരു പക്ഷേ നമ്മുടെ ബുദ്ധികൾ ചിന്തിച്ചേക്കാം, ഇത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമുള്ള കാര്യമാണോ ഒരു ചുവപ്പ് വസ്ത്രം ധരിക്കൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ തൂക്കൽ? ഇതെല്ലാം ഇത്രയും ഗൗരവമുള്ള കാര്യമാണോ? അതെ, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യമാണ് ഒരു മുസ്ലിം മറ്റുള്ള മതത്തിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരൽ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ തൗറാത്ത് ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല തങ്ങളുടെ മുന്നിൽ വായിച്ചു, തൗറാത്ത് വായിച്ചു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വളരെ ഗൗരവത്തിൽ, വളരെ പ്രാധാന്യത്തോടെ തൗറാത്ത് വായിച്ചു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഉറുമാൻ പഴത്തിൻ്റെ നിറം പോലെ ചുവന്ന് ദേഷ്യപ്പെട്ടു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ കാന മൂസ ഹയ്യൻ മാ വസിഅ ഇല്ല തിബാഇ. ഉമറേ, അഥവാ ഇനി മൂസ നബി അലൈഹി വസല്ലം ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമത്തെ പിൻപറ്റി ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല. അദ്ദേഹത്തിന് വിജയിക്കണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ദീനിനെ, ഞാൻ കൊണ്ടുവന്ന ഇസ്ലാമിനെ പിൻപറ്റണം, എൻ്റെ ശരിയെ പിൻപറ്റണം. ഒരു സഹാബി ഒരിക്കൽ ഒന്ന് ചോദിച്ചു, നബിയെ, ഞാൻ ബവാന എന്ന സ്ഥലത്ത് ഒരു മൃഗത്തെ അറുക്കാൻ നേർച്ചയാക്കി. തങ്ങൾ ഉടനെ ചോദിച്ചു, ആ ബവാന എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും വിഗ്രഹമുണ്ടോ?
ഇല്ല നബി, അവിടെ വിഗ്രഹമൊന്നുമില്ല. അവിടെ മറ്റു മതത്തിൻ്റെ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ല നബി, അത് നടക്കുന്നില്ല. എങ്കിൽ നീ അറുത്തുകൊള്ളി. അപ്പോൾ ഒരു മതത്തിൻ്റെ ആഘോഷവുമായി ചെറിയൊരു സാദൃശ്യം വരുന്നത് പോലും നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് 3 കാര്യങ്ങൾ ഒരു ആഘോഷത്തിൻ്റെ മൂന്ന് രീതിയിലാണ്. ഒന്ന്, ഇസ്ലാമിലുമുണ്ട് ആ ആഘോഷം, മറ്റു മതത്തിലുമുണ്ട്. ഒരു കാര്യം, ഒരു അമൽ, പ്രവൃത്തി. ആഷുറായിൻ്റെ മുഹറം 10 നോമ്പ് പോലെ ഇസ്ലാമിലുമുണ്ട്, മറ്റു മതത്തിലുമുണ്ട്. നബി തങ്ങൾ അതിനെ അല്പം മാറ്റാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം മുതൽ നിങ്ങൾ മുഹറം 9 നോമ്പും എടുക്കണം. 10 മാത്രം എടുക്കാൻ പാടില്ല, അത് മറ്റു മതക്കാരും എടുക്കേണ്ടത് സാദൃശ്യമാകാൻ പാടില്ല. പിന്നെ ചില കാര്യങ്ങൾ അത് മുമ്പ് ആ മതത്തിൽ ഉണ്ടായിരുന്നു, ഖുർആൻ വന്നതോടുകൂടി, ഇസ്ലാം വന്നതോടുകൂടി അതിനെ മൻസൂഹാക്കപ്പെട്ടു, അത് ഇല്ലാതാക്കപ്പെട്ടു. ശനിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യം പോലെ മറ്റു മതത്തിൽ പ്രാധാന്യമുള്ളതായിരുന്നു ശനിയാഴ്ച ദിവസം, ഇസ്ലാം വന്നു, അതിൻ്റെ പ്രാധാന്യം വെള്ളിയാഴ്ചയായി മാറി. മൂന്നാമത്തെ കാര്യം, അത് മറ്റു മതത്തിലുമില്ല ഇസ്ലാമിലുമില്ല. അങ്ങനത്തെ കാര്യം അത് ഏറ്റവും മോശമായ പാവമാണ്. അതിൽപ്പെട്ടതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഈ ഡിസംബർ 25 ആഘോഷമല്ല. അത് ആ മതത്തിലുമില്ല ഇസ്ലാമിലുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒന്ന്, അതിൻ്റെ പേരിൽ നാം അതിലൊരു സാദൃശ്യമായാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റു മതത്തിൻ്റെ ആഘോഷത്തോട് സാദൃശ്യമായാൽ അവൻ നാളെ ആഖിറത്തിൽ അവരുടെ കൂട്ടത്തിലായിരിക്കും. ചില ഉലമാക്കൾ എഴുതി, അവരുടെ ആഘോഷങ്ങൾ പങ്കുചേർന്നാലുള്ള ഒന്ന്, നൗഉം മിനൽ മുഹബ്ബ, അറിയാതെ ആ തിന്മയോട്, ആ പ്രവൃത്തിയോട്, ആ കുഫ്രിനോട്, ആ ഷിർക്കിനോട് ഹൃദയത്തിൽ സ്നേഹം വരാൻ കാരണമായി തീരും. അതിൽ പങ്കുചേരുന്നതിലൂടെ, അതിൽ ആശംസ നേരുന്നതിലൂടെ, അതിൽ അറിയാതെ മനസ്സ് ചേരുന്നതിൽ ഹൃദയത്തിൽ അറിയാതെ അതിനോട്, ആ തിന്മയോട് സ്നേഹം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി അതിനെ വർജിക്കണം. അതുകൊണ്ട് ദീൻ ഒരിക്കലും വ്യക്തികളെ അല്ലെങ്കിൽ മനുഷ്യരെ, മറ്റ് മതത്തിൻ്റെ ആളുകളെ വെറുക്കാൻ ദീൻ പഠിപ്പിക്കുന്നില്ല. പൂർണ്ണമായി എല്ലാ നിലക്കും അവരുടെ കാര്യങ്ങൾ സഹകരിക്കണം. പക്ഷേ ഇസ്ലാം എന്ന നിഅമത്തിന് ശുക്രാൻ, നന്ദിയാണ്. ഇസ്ലാം വെറുക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മുസ്ലിം മാറി നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിൽ കൂടി നാം പഠിക്കേണ്ട അള്ളാഹുവിൻ്റെ കുദ്റത്തിനെയാണ്, അള്ളാഹുവിൻ്റെ കഴിവിനെയാണ്. അതിൽ കൂടി നാം അള്ളാഹുവിനെ മനസ്സിലാക്കുകയും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണമായി തീരുകയും ചെയ്യണം. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.